ട്രംപിനെ ട്രോളാൻ ഇറാന്റെ എംബസികളെക്കാൾ മികച്ച ഒരു സംവിധാനം വേറെ ഇല്ല എന്ന് തന്നെ പറയണം. ട്രംപ് എന്തൊക്കെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ എന്തെങ്കിലും ഒരു പെശകും ഉണ്ടാവും, അതിലൊക്കെ എന്തെങ്കിലും ഒരു ട്രോളാനുള്ള മെറ്റീരിയലും ഉണ്ടാവും. ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ട്രോളുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ എംബസിയുടെ പ്രധാന പണി എന്ന് തോന്നിപ്പോകും നമ്മൾ എക്സ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 12 അവർ മുന്നേ വന്നിട്ടുള്ള ഇറാൻ എംബസി സിംബാബ്വേന്റെ ഒരു പോസ്റ്റാണ്. അപ്പൊ അതിന്റെ താഴെ ട്രംപിന്റെ പോസ്റ്റും കൂടെ അവര് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നത്, ഇറാൻ ഹാസ് ജസ്റ്റ് അനൗൺസ്ഡ് ദാറ്റ് ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ഫുള്ളി ഓപ്പൺഡ് ആൻഡ് റെഡി ഫോർ ഫുൾ പാസേജ്, താങ്ക് യു. ഇതാണ് ട്രംപ് ഇട്ടേക്കുന്നത്. അതായത് ഇറാൻ 21 വരെ നീണ്ടു നിൽക്കുന്ന സീസ് ഫയറിന്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഹോർമൂസ് തുറന്നിരിക്കുന്നു, ഇതിലൂടെ കപ്പലുകൾക്ക് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ആ പാസേജ് ഫുൾ ഓപ്പൺ ആണെന്നുള്ളത് അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനോട് നന്ദി പറഞ്ഞിട്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോഴും ആലോചിക്കണം, ഈ പറയുന്ന ഹോർമൂസിന്റെ പുറത്ത് അമേരിക്കൻ കപ്പലുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ ട്രോളിയേക്കുന്നതെന്നറിയോ? ഇതിലൊരു പെശകുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല്, ഇറാൻ എംബസി പോസ്റ്റ് ചെയ്തേക്കുന്നത് ട്രംപ് ഇൻ ബാഡ് മൂഡ്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ബാഡ് മൂഡിലാണെന്നുണ്ടെങ്കിൽ ട്രംപ് പറയുക സ്ട്രെയിറ്റ് ഓഫ് ട്രംപ് എന്നാണ്. നോർമൽ മൂഡിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. നല്ല മൂഡാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഇറാൻ. അപ്പോൾ ട്രംപിന്റെ ഈ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നത് ഇറാൻ ഹാസ് ജസ്റ്റ് അനൗൺസ്ഡ് ദാറ്റ് ദ സ്ട്രെയിറ്റ് ഓഫ് ഇറാൻ ഈസ് ഫുള്ളി ഓപ്പൺഡ് എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ഓഫ് ഇറാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ഉണ്ടോ? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ ട്രംപ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഈ പറയുന്ന ഇറാന് തീരെ എഴുതി കൊടുത്തു, അല്ലെങ്കിൽ ഇറാൻ്റെതാണ് എന്നുള്ള ഒരു അന്തർലീനമായിട്ടുള്ള ഒരു ചിന്ത പുള്ളിക്കും കൂടെ വന്ന പോലെയാണ് ശരിക്കും ഈ പോസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ട്രോളാണ് ശരിക്കും ഈ പറയുന്ന സിംബാബ്വേന്റെ എംബസി, ഇറാൻ എംബസി ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ഈ വാറിന്റെ ഒരു ഗെയിൻ, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ബെനിഫിറ്റ് ഈ വാറിലൂടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും എഗെയിൻ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്ന വാറിന്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, വാറിലൂടെ ഗെയിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഒരു ഇന്റർനാഷണൽ വാട്ടർവേ ആയിരുന്ന, ഫുള്ളി ഓപ്പൺഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർനാഷണൽ വാട്ടർവേ അത് ഇറാന്റെ കൈകളിലോട്ട് ചെന്ന് പെട്ട പോലെ, അല്ലെങ്കിൽ ഇറാന്റെ കൈകളിലോട്ട് എത്തിയ പോലെ ആയി പോയി കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇന്റർനാഷണൽ വാട്ടർവേയിൽ അവർ ടോൾ പിരിക്കുമെന്നും ഇറാന് ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുമെന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. അപ്പൊ അന്ന് അത് ഇറാൻ പറഞ്ഞ സമയത്ത് അമേരിക്ക പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയും കൂട്ടണം, ഞങ്ങളും വരും, ഞങ്ങളില്ലാതെ ടോള് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞത്. എവിടെ എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ കാല് കുത്തുക, അവിടെയൊക്കെ കുളം കലക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്കും കൂടെ പറ്റിയിരിക്കുന്നത്. ബാഡ് മൂഡ് സ്ട്രെയിറ്റ് ഓഫ് ട്രംപ്, നോർമൽ മൂഡ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ഗുഡ് മൂഡ് സ്ട്രെയിറ്റ് ഓഫ് ഇറാൻ, ഈ ഒരു സാധനം പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഇറാൻ എംബസി, ഹൈദരാബാദിലുള്ള എംബസിയും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇറാൻ എംബസികൾ ഇതുപോലെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രംപിനെ എന്നുള്ളതാണ്. ഇതിന് മുന്നേ മറ്റേ ഹോർമൂസ് തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയായിട്ട് വന്ന സമയത്ത് അയ്യോ അതിന്റെ ചാവി കാണാനില്ലേ എന്നും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇറാന്റെ എംബസി കളിയാക്കിയത്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, കോമാളി പീസായി പോവുകയാണ് ട്രംപ് എന്നുള്ളതാണ്. പിന്നെ കുറെ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. മറ്റേ യുറേനിയം അമേരിക്കക്ക് കൊടുക്കണം, അതേപോലെ തന്നെ ഈ പറയുന്ന ന്യൂക്ലിയർ വേസ്റ്റും അമേരിക്ക എടുത്തോണ്ട് പോവാ. അപ്പൊ എന്താ, ഈ ന്യൂക്ലിയർ വേസ്റ്റ് എടുത്തോണ്ട് പോകാന്ന് ഉദ്ദേശിച്ച് യുറേനിയം കൊണ്ടുപോകാന്നുള്ളതായിരിക്കും. അതായത് B-2B ബോംബർ വിമാനങ്ങൾ വന്ന് ബോംബ് ചെയ്ത സമയത്ത് തകർന്നിട്ടുള്ള ന്യൂക്ലിയർ വേസ്റ്റുകൾ, അല്ലെങ്കിൽ ആ റിയാക്ടറിന്റെ വേസ്റ്റുകളൊക്കെ അമേരിക്ക എടുത്തോണ്ട് പോകാന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, എത്ര റിപ്പോർട്ടുകളൊക്കെ. അപ്പൊ പുള്ളി എന്തൊക്കെയോ വിളിച്ച് പറയണു. അത് പുള്ളിക്ക് തോന്നുന്ന സാധനങ്ങളെല്ലാം പുള്ളി ഇതിനകത്ത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനെയും അതേപോലെ തന്നെ കുറച്ചധികം അറബ് രാഷ്ട്രങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അമേരിക്കയിലെ ഈ പറയുന്ന എന്താ പറയാ, USS ട്രിപ്പോളിയിലൊക്കെ ഉള്ള കപ്പലിലുള്ള നാവികര്, അതിലുള്ള പട്ടാളക്കാരൊക്കെ പട്ടിണിയിലാണ്. പട്ടിണി എന്നല്ല, അവർക്ക് ഫുഡ് ഷോർട്ടേജ് ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതായത് കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങളും ഒരു ഇറച്ചി കഷ്ണമൊക്കെയാണ് ഇപ്പൊ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ
ഈ റേഷൻ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നിനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടെ ഇപ്പൊ തന്നെ വിട്ടോ, വേഗം എല്ലാം പെറുക്കി, കുറച്ച് തോക്കും ബോംബ് കൊടുത്തോ, പൊക്കോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ ആവശ്യത്തിനുള്ള സപ്ലൈ എത്തിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷനിൽ ഇറാന്റെ നാവികോപരോധം ബ്ലോക്കേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാലം അവിടെ കിടക്കാൻ പറ്റും എന്നുള്ളതും ദൈവത്തിനറിയാം. അപ്പൊ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ്. സൈബർ സ്പേസിലെ ഒരു ട്രോൾ യുദ്ധം തന്നെ അമേരിക്കയും ഇറാനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇറാന്റെ വിവിധ രാജ്യങ്ങളിലുള്ള എംബസികളാണ് എന്നുള്ളതാണ്.